നമ്മളൊന്നും ഷോർട്സല്ലേ എടുക്കുന്നത്, അപ്പോൾ ഇന്ന് ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളിന്ന് ഏറ്റുമാനൂർ പോവാണ്. ഷോപ്പിലേക്ക് ഒരു സെക്കൻഡ് ഫോൺ എടുക്കണ്ടായിരുന്നു. അപ്പം എന്തായാലും പോകുന്നുണ്ട്. അപ്പോൾ ഏറ്റുമാനൂർ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഫാമിലി ആയിട്ടാണ് അവിടെ പോയത്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കണ്ടമാണ്. ചുമ്മാ സൺഡേ അല്ലേ, അപ്പം എല്ലാവരും ഒത്തൊരുമിച്ചുള്ളൊരു ദിവസമാണ് സൺഡേ. അതായത് എനിക്ക് ഓഫ്, ചേട്ടനും ഓഫ്, എല്ലാവർക്കും ഓഫുള്ള സമയമാണ്. അപ്പോൾ ആ സമയം നമ്മൾ മാക്സിമം ഞങ്ങൾ സ്പെൻഡ് ചെയ്യും. ഒന്നെങ്കിൽ വീട്ടിലിരുന്ന് എല്ലാവരുമായിട്ട് സ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തു പോകും കേട്ടോ. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് പുതുപ്പള്ളിയിലേക്കാണ്. അതായത് പുതുപ്പള്ളി പള്ളിയാണ്. നമ്മൾ പള്ളിയുടെ അകത്ത് കയറിയില്ല, ഇവിടെ സൈഡിൽ കൂടി ഒരു വഴി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വഴി നമ്മൾ കുറച്ച് ദൂരം അങ്ങ് പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കാരണം നമുക്ക് 12:30 അവിടെ ചെന്നാൽ മതിയായിരുന്നു. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി. അപ്പോൾ ആ സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. പള്ളിക്കകത്ത് കയറാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ പുറത്ത് വഴിയിലൊക്കെ കുറച്ച് നേരം പോയി കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് അവിടെ നിന്നു. പിന്നെ പള്ളി കയറാൻ പറ്റാത്തൊരു വിഷമമുണ്ട്, കാരണം അതൊരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിന് കൂടിയാലോ എന്ന് ആലോചിച്ചു. പക്ഷെ മോശമല്ല, നമ്മൾ വേറൊരാളെ കല്യാണം വിളിക്കാത്ത കല്യാണത്തിന് സദ്യ കഴിച്ചൊരു പേരുദോഷം വേണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ കുറേ നേരം നിന്നു കേട്ടോ. നമ്മളവിടെ വണ്ടി നിർത്തിയിട്ടപ്പോഴാണ് കാണുന്ന മാങ്ങ, ഒരു മാവ് നിറച്ച് മാങ്ങ. ഇപ്പം എനിക്ക് എന്താണെന്നറിയില്ല, മാങ്ങ കാണുമ്പോൾ ക്രേവിങ്സ്. വേറൊന്നുമല്ല, ഇപ്പം മാങ്ങ സീസണല്ലേ, അപ്പം നമുക്ക് മാങ്ങ കഴിക്കാനുള്ള കൊതി കാണുമല്ലേ. പിന്നെ കുറച്ചങ്ങോട്ട് പോയപ്പം ഒരു തോട്ടം നിറയെ പടവലങ്ങ, നല്ല നല്ല രസമുള്ള പടവലങ്ങ, പച്ച പിച്ച പടവലങ്ങ തോട്ടം. പിന്നെ അവിടെ നിന്നും കുറച്ച് നേരം പോയി ഒരു വീടിൻ്റെ ഫ്രണ്ട് നിറച്ച് ചെമ്പരത്തി എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു പച്ചപ്പിൻ്റെ ഇടയിൽ നല്ല റെഡ് കളറുള്ള ചെമ്പരത്തി. പിന്നെ അവിടെ നമ്മൾ തിരിച്ചാലും ആലോചിച്ച് നിൽക്കുക കേട്ടോ. നമ്മളവിടെ നിന്ന് കുറച്ച് ദൂരം വന്നപ്പോൾ ഒരു അപ്പച്ചൻ്റെ കട പള്ളിയുടെ ഭാഗത്ത് തന്നെയാണ്. അപ്പം അവിടെ നിന്ന് നല്ല ഫ്രഷ് പടവലങ്ങ അവിടെ നിന്ന് പറിച്ചതാണെന്ന് തോന്നുന്നു, അറിയില്ല. നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് പടവലങ്ങയും കുറച്ച്, അതായത് ഒരു പിടി ഉണ്ടെന്ന് തോന്നുന്നു. ഒരു പിടി നമ്മുടെ പിടിപ്പയറും കൂടെ വാങ്ങിച്ചു. നാളെ ഓഫീസിൽ കറി വെച്ചുകൊണ്ട് പോകാലും. എൻ്റെ അപ്പച്ചൻ എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഫ്രഷ് നല്ല കോവയ്ക്ക വാങ്ങിച്ചോളെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കോവയ്ക്ക ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ കോവയ്ക്ക വാങ്ങിച്ചില്ല, പയർ വാങ്ങിച്ചു. എല്ലാം കൂടെ 40 രൂപ ആയുള്ളൂ കേട്ടോ. പിന്നെ അവിടെ നമ്മൾ അതും വാങ്ങിച്ച് ഇതാട്ടോ പള്ളിയുടെ എൻട്രൻസ് വരുന്നത്. നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി. നമുക്ക് പോകേണ്ടത് മണ്ണറക്കാടിലോട്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ മണ്ണറക്കാട് പള്ളിയുടെ ആ ഒരു ലൊക്കാലിറ്റിയിലായിരുന്നു നമുക്ക് ഫസ്റ്റത്തെ ഫോൺ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് മണ്ണറക്കാട് പള്ളിയിലോട്ടാണ് ആദ്യം പോകുന്നത്. ആളവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ സമയം കൊണ്ട് ഞങ്ങൾ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു, മെഴുകുതിരിയൊക്കെ കത്തിച്ചു. വന്നപ്പോഴത്തേക്കിനും ഫോണൊക്കെ കിട്ടി. നമ്മൾ പോകാനുള്ളൊരു അടുത്ത ലൊക്കേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ടിരിക്കുക കേട്ടോ. അടുത്ത ലൊക്കേഷൻ നമ്മൾ ഏറ്റുമാനൂർ, കറക്റ്റ് ഏറ്റുമാനൂരല്ല, ചെറുകുന്നപ്പുഴ സംതിങ് എന്തോ ഒരു സ്ഥലത്തോട്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളവിടെ നിന്ന് 2-3 കാറിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. എന്താണെന്ന് എൻ്റെ ഹസ്ബൻഡ് കാറിൻ്റെ ഫോട്ടോ ഭയങ്കര ഇഷ്ടമാണ്. ഇൻസ്റ്റയിലും നോക്കിയാലും കാറിൻ്റെ കുറേ ഫോട്ടോ കാണാം. അപ്പോൾ നമ്മൾ അവിടുന്ന് തിരിച്ച്, എനിക്ക് കിൻഡർ ജോയ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കിൻഡർ ജോയ് ഒക്കെ വാങ്ങിച്ചു തന്ന്, സ്നേഹനിധിയായ ചേട്ടൻ കിൻഡർ ജോയ് വാങ്ങിച്ചു തന്നു. പിന്നെ ലോട്ടറി എടുത്ത് 75 ലക്ഷം അടിക്കുവാണെങ്കിൽ നമ്മൾ നാളെ ബിരിയാണി വാങ്ങിച്ച് കഴിക്കും. അപ്പം പിന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരം പോയപ്പോൾ നല്ലൊരു ലൊക്കേഷൻ, ഒരു റിസോർട്ടാണെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. അവിടെ നമ്മൾ കുറച്ച് കാറിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ എൻ്റെയും കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. നമ്മൾ ഫാമിലി ഫോട്ടോയൊക്കെ എടുത്ത് നമ്മളിങ്ങനെ വന്നു. പിന്നെ നോക്കിയപ്പോൾ പന, ഇതെന്ത് പനയാണെന്ന് അറിയത്തില്ല. അമ്മ പറഞ്ഞ പാക്കാണോ പനയാണോ സംതിങ് എന്തോ പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ അത് മൈൻഡ് ചെയ്തില്ല. ഇനി നമുക്ക് നേരെ പോകാം. ഇതാണ് ആ സാധനം. നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി ഏറ്റുമാനൂരെത്തി കേട്ടോ. അതിൻ്റെ ഇടയ്ക്കത്തെ വീട് നമ്മൾ എടുത്തിട്ടില്ല. ഏറ്റുമാനൂരെത്തി. പിന്നെ അണ്ണൻ അവിടെ നിന്ന് എന്തോ പറഞ്ഞു, എന്താണെന്ന് അറിയത്തില്ല. വണ്ടി കൊള്ളാമെന്നാണോ അതോ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെന്നാണോ എന്തോ പറയുന്നുണ്ട്. നമ്മൾ അതൊക്കെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഇത് ഏറ്റുമാനൂർ ഫുഡ് സ്ട്രീറ്റാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വേറെയുള്ള വീഡിയോയിലൊക്കെ. ഏറ്റുമാനൂർ ഇത് നല്ല രസമാണ് കേട്ടോ. പക്ഷെ നല്ല എക്സ്പെൻസീവ് ആണ് അവിടുത്തെ ഫുഡ്. അത് നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ചിട്ട് ഒരു ചെറിയൊരു കടയിൽ കയറി, ഹോട്ടലിൽ കയറി ഞാൻ ചോറ് കഴിച്ച, ബാക്കി എല്ലാവരും ബിരിയാണി കഴിച്ചേട്ടോ. പിന്നെ അവിടെ നിന്നും കഴിച്ച് എല്ലാം വാങ്ങിച്ചിറങ്ങിയിട്ട് നമ്മൾ കരിക്കല്ലല്ലോ, കരിമ്പ് ജ്യൂസ് അണ്ണൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രയും ഇതാവുമെന്ന്. 2 ഗ്ലാസ് തന്നു കേട്ടോ. 2 ഗ്ലാസ്സിനും കൂടെ 60 രൂപ. അതായത് 4 ഗ്ലാസ്, 2 പേർക്കൂടെ 4 ഗ്ലാസ് 60 രൂപ വാങ്ങിച്ചു. ഞാനൊരു കരിക്കും കഴിച്ചു. പിന്നെ അവിടുന്ന് നമ്മൾ ഈ കാടൊക്കെ കയറി പോകുന്നത് അരുവിക്കുഴി വാട്ടർഫോൾസിലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അരുവിക്കുഴി വാട്ടർഫോൾസ് അല്ലേ. നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. പ്ലാനിങ് ഒന്നുമില്ല, കണ്ടപ്പോൾ അങ്ങ് വണ്ടി തിരിച്ച് എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ എൻട്രി ഫീസ് ഉണ്ട്. എന്തോ ഇപ്പം വെള്ളക്കുറവായതുകൊണ്ട് പകുതി പൈസ കൊണ്ട് കൊടുത്താൽ മതി. നോർമലി 26 രൂപ ഏതാണ്ട്. 60 വയസ്സിന് താഴെ മേലോട്ടുള്ളവർക്ക് 16 രൂപ 13 രൂപ അങ്ങനെ എങ്ങാണ്ട് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്നും എൻട്രൻസ് എമൗണ്ടും എടുത്തു, ഫീസ് എല്ലാം എടുത്തിട്ട്
താഴോട്ട് പക്ഷെ വലിയ വെള്ളമൊന്നുമില്ല, തഴുക്ക് വെള്ളമായിരുന്നു. അതായത് ഈ കെട്ടിക്കിടക്കുമല്ലേ. പിന്നെ ഇതിൻ്റെയൊക്കെ കാരണം അധികം ഫോൾസും വാട്ടർഫോൾസും ഒന്നും ഇല്ലായിരുന്നു, ചെറിയ ചെറിയ വെള്ളച്ചാട്ടം ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തു, കുറച്ച് ദൂരം നടന്നു, അവിടെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഭയങ്കര ചൂടായിരുന്നു, നല്ല വെയിലല്ലായിരുന്നു. അപ്പോൾ ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടി നമ്മളിങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ തല തുണിയൊക്കെ ഇട്ട് വരുന്നുണ്ട്, ഭയങ്കര വെയിലാണ്. കൊള്ളാം, നല്ലൊരു സ്ഥലമായിരുന്നു. പിന്നെ നമ്മൾ നടക്കുകയാണ്, എന്തൊക്കെയോ നോക്കി നടക്കുന്നു. ഇതിൻ്റെ പണി ഫുള്ളും കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. കാരണം രണ്ട് സ്പേസ് ഉണ്ടായിരുന്നു, ക്യാൻറ്റീനൊക്കെ വേണ്ടി. ഇവിടെ വേറെ കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ രണ്ട് ക്യാൻറ്റീന് വേണ്ടി രണ്ട് ബിൽഡിങ് പണിതിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വരുമ്പോൾ നമുക്ക് നോക്കാം അവിടെ ക്യാൻറ്റീനാണോ വേറെ എന്തെങ്കിലും ആണോ എന്ന്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പം അവിടെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, വേസ്റ്റ് ഇടുന്നവർക്ക് 5000 രൂപ പിഴ എന്ന് പറഞ്ഞിട്ട്. കാരണം ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ, അപ്പോൾ അവിടെ വേസ്റ്റൊക്കെ ഇടുന്നത് ഭയങ്കര മോശമല്ല. അപ്പോൾ അവർക്കുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ബോർഡാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിൽ പോവാണ്. കാരണം നമ്മൾ 11 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ്. എല്ലായിടത്തും പോയി കറങ്ങി തിരിഞ്ഞ് വന്നപ്പം ഇപ്പം ഒരു സമയം 4 മണി 4:30 ആയി. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട്. കുറച്ച് കൂടെ നിൽക്കണമെന്നുണ്ട്, പക്ഷേ ചൂടാണ്ട് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ അടുത്ത വീഡിയോ നമുക്ക് ഷോർട്സ് വീഡിയോ ആണോ ലോങ് വീഡിയോ ആണോ എന്ന് പറയണേ. നമുക്ക് വീട്ടിൽ പോകാം. ബൈ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.